സർ, നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസത്തിന് മുൻപ് തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ് 400-ന് മുകളിൽ കിട്ടും എന്നുള്ളത്. ഇപ്പോ സാറ് തന്നെ നമ്മൾ മറ്റൊരു ലൈവിൽ പറഞ്ഞിരുന്നു 380 അതല്ലെങ്കിൽ 360-ന് മേലെ എന്തായാലും കിട്ടുമെന്ന് നമുക്ക് അത്രയൊരു കോൺഫിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയാണ് സർ നമുക്ക് ഇപ്പോ യുദ്ധത്തിൽ എവിടെയാണ് നമുക്ക് അടവ് പിഴച്ചത്? അതല്ലെങ്കിൽ നമ്മൾക്ക് എവിടെയാണ് ചതി പറ്റിയോ? അതല്ലെങ്കിൽ അടവ് പിഴയ്ക്കുകയാണോ? എങ്ങനെയാണ് സർ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വരികയാണെങ്കിൽ സാറിന്റെ ആ ഒരു വാക്കുകൾ? സത്യത്തിൽ ഇതില് ചതിയാണ് ഉണ്ടായത്. ഇതൊരു അന്താരാഷ്ട്ര ചതിയാണ്. അതിന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, അതോടൊപ്പം ഇന്റർനാഷണൽ ഫണ്ടിങ് ലഭിക്കുന്ന മറ്റ് സംഘടനകൾ, ഇന്ത്യയിലെ പത്രപ്രവർത്തകർ, ബുദ്ധിജീവികൾ, അങ്ങനെയുള്ള ഒരു വിഭാഗം, ഇവരെല്ലാം വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആസൂത്രണം ചെയ്ത് അതിവിദഗ്ധമായി നടപ്പാക്കിയ ഒരു കൊടും ചതിയാണ് ഈ തരത്തിലുള്ള ഒരു റിസൾട്ടിലേക്ക് നയിച്ചത്. അപ്പോൾ ഇത് വിശദമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എവിടെയൊക്കെയാണ് ബി ജെ പിക്ക് പരാജയം സംഭവിച്ചത്. ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയകളിൽ ഈ പരാജയം സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് മാത്രം നമ്മുടെ സീറ്റുകൾ വിജയിച്ചു തുടങ്ങുകയും അതുപോലെ രാഷ്ട്രീയപരമായും സംഘടനാപരമായും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് കടന്നു ചെല്ലാതെ തന്നെ നമ്മൾ വിജയിക്കുകയും ചെയ്ത മേഖലകളാണ് ഈ ചതി പറ്റിയത്. അത് നമ്മൾ വിശദീകരിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പശ്ചിമ ബംഗാളിലെ പ്രദേശങ്ങൾ ബി ജെ പിക്ക് ശക്തമായ സംഘടനാ സ്വാധീനം താഴെ തട്ടിലില്ല. അവിടെ കഴിഞ്ഞ തവണ 18 സീറ്റ് ഉണ്ടായിരുന്നു, ഇത്തവണ 25 കിട്ടുമെന്ന് ധരിച്ചു. പക്ഷേ അത് താഴോട്ട് പോയി. അതിന് കാരണം ആ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന പ്രദേശത്ത് രാഷ്ട്രീയ ആധിപത്യം ബി ജെ പിക്ക് കിട്ടിവരുന്നതേ ഉള്ളൂ, സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് വന്നില്ല. അത് മാത്രമല്ല, ബി ജെ പിക്കാരെന്ന് പറയാൻ അവിടെ ആരും ഉണ്ടായില്ല. CPM അതേപടി, കോൺഗ്രസ് അതേപടി ബി ജെ പിയിലേക്ക് ഒഴുകി വന്നു. കുറെ ഭാഗം മമതാ ബാനർജിയുടെ പാർട്ടിയിലേക്ക്, തൃണമൂലിലേക്ക് പോയി. അപ്പോൾ നമുക്ക് അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ സ്വാധീനമില്ല. അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെയും അതുപോലെ രാമക്ഷേത്രത്തിന്റെയും ഒക്കെ വൈകാരികമായ ഒരു അന്തരീക്ഷത്തിൽ 72 സീറ്റ് വരെ കിട്ടുന്ന ഒരു അന്തരീക്ഷമുണ്ടായി. അതൊന്നും സംഘടനാപരമായ ഗ്രാസ് റൂട്ട് ലെവൽ വർക്ക് കൊണ്ടല്ല, മറിച്ച് ഒരു ദേശീയ വികാരം, സാംസ്കാരിക വികാരം, ദേശീയ അഭിമാനം, ഇതിന്റെയൊക്കെ പേരിലാണ്. മഹാരാഷ്ട്രയിലും നമുക്ക് ശിവസേനയുടെ സ്വാധീന മേഖലകൾ, ശിവസേനയുടെയും NCPയുടെയും പിളർപ്പ്, ഈ അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വലിയ മുൻതൂക്കം ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ അവിടെയും സംഘടനാ സംവിധാനം ഇനിയും ശക്തമല്ലാത്ത മേഖലകളുണ്ട്. അതുപോലെ തന്നെയാണ് രാജസ്ഥാനില് ബി ജെ പി മുഴുവൻ സീറ്റും നേടിയിട്ടുണ്ട് എങ്കിലും ആ ഒരു അന്തരീക്ഷം, അത് രാമക്ഷേത്രത്തിന്റെ അന്തരീക്ഷവും അതുപോലെ ബാൽക്കോട്ട്, പുൽവാമ, അങ്ങനെയൊക്കെയുള്ള ഭീകര അന്തരീക്ഷം, ഇതിന്റെയൊക്കെ പ്രതികരണത്തോട് ചേർത്ത് അതിനെ വോട്ടാക്കി മാറ്റുകയും സീറ്റാക്കി മാറ്റുകയൊക്കെ ചെയ്ത ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ വിജയമായിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ഇത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം ഇന്ത്യ ഇന്ന് ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. അത് രേഖാമൂലം അംഗീകരിച്ചു തന്നിട്ടില്ല. അത് 5ാമത്തെയാണെന്ന് പറയുന്നു, ഉടനെ 3ാമത് എത്തും എന്നൊക്കെ പറയുന്നു. പക്ഷേ സത്യത്തിൽ അങ്ങനെയാണ്. മറ്റൊന്ന്, ആഗോള നേതൃത്വം അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളിൽ നഷ്ടപ്പെടുകയും ആ ആഗോള രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയുടെ കൈകളിൽ എത്തിച്ചേരുകയും ചെയ്തതിന്റെ ഒരു തിരിച്ചടി അത്തരം രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചൈനയും പാകിസ്ഥാനും ഒക്കെ പണ്ട് മുതൽ തന്നെ അങ്ങനെയാണ്. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്, ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇന്ത്യയിൽ നിന്ന് ശക്തമായി ഉരുത്തിരിഞ്ഞു വരാൻ കാരണം ശ്രീമാൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയെ തകർക്കുക, BJPയെ തകർക്കുക, NDA ഭരണം അട്ടിമറിക്കുക, ഇതൊരു ആഗോള അജണ്ടയായിരുന്നു. അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ഞാൻ നാളെ സംസാരിക്കാം. അതിന്റെ പൂർണ്ണമായ വിവരം കിട്ടിയിട്ടുണ്ട്. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ സാധാരണക്കാരായ വിദൂര ഗ്രാമവാസികളായ ജനങ്ങൾ
നമ്മൾ ഓർക്കണം, അവരുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇല്ല. ഇപ്പോ നമ്മൾ പറയാറുണ്ട് നമ്മളൊക്കെ പത്രം വായിക്കുന്നു, പക്ഷെ കേരളത്തിൽ പോലും പത്രവായന തുലവും കുറവാണ്. പണ്ടൊക്കെ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏത് ജംഗ്ഷനിൽ നിർത്തിയാലും ഒരു പത്രം വില കൊടുത്ത് വാങ്ങാൻ അവിടുത്തെ പെട്ടിക്കടകളിൽ തൂങ്ങിക്കിടക്കുന്നത് കാണാമായിരുന്നു. ഇന്ന് കേരളത്തിൽ ഒരു പത്രവും ഒരിടത്തും തൂങ്ങിക്കിടപ്പില്ല. വില എത്ര കൊടുക്കാന്ന് പറഞ്ഞാലും വാങ്ങാൻ കിട്ടില്ല. കാരണം പത്രത്തിൽ നിന്ന് ജനങ്ങൾ മാറി. പിന്നെ ടെലിവിഷൻ വന്നു. ഇപ്പൊ ടെലിവിഷനിൽ നിന്ന് മാറി സോഷ്യൽ മീഡിയയിലെത്തി. എന്നാൽ ഇതുപോലെ പത്രങ്ങളോ ടെലിവിഷനോ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എല്ലാ വീടുകളിലും വ്യക്തികളിലേക്ക് എത്തിയിട്ടില്ല. പത്രങ്ങളുടെ റീഡബിലിറ്റിയുടെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. 14% ഇന്ത്യക്കാർ മാത്രമാണ് പത്രം വായിക്കുന്നത്. വീട്ടിൽ പത്രം വരുത്തുന്നത്, പത്രം വായിക്കുന്നത് 14%. പക്ഷെ ആ 14% എന്ന് പറയുമ്പോഴത്തേക്ക് 15 കോടിക്ക് മുകളിൽ എത്തുന്നതുകൊണ്ട് പത്രക്കാരെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവമാണ്. ആഗോള നിലവാരത്തിൽ നോക്കുമ്പോൾ അതൊരു വലിയ സംഖ്യയാണ്. അതുപോലെ ടെലിവിഷൻ കാണുന്ന ആൾക്കാരുടെ വ്യൂവർഷിപ്പ് എടുത്ത് നോക്കിയാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ പരമാവധി 34%. അപ്പോൾ ആ 34% എന്ന് പറയുമ്പോൾ അവരിൽ തന്നെയാണ് ഈ പത്രം വായനക്കാർ. അപ്പോൾ 34% ഒഴികെ ബാക്കി വരുന്ന ഭാഗം മുഴുവൻ ഏതാണ്ട് ഈ വാർത്താ മാധ്യമങ്ങൾ ഇല്ലാത്ത ജനതയാണ്. ആ ജനതയുടെ ഇടയിലാണ് വ്യാപകമായ തെറ്റിദ്ധരിപ്പിക്കലുകൾ നടന്നത്. അതിൽ 2-3 ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, CAA വന്ന സമയത്ത് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യ വിട്ടു പോകേണ്ടി വരും, അങ്ങനെ നിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനുള്ള നിയമമാണ് CAA. അപ്പോൾ ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ആരുമില്ല. ഇതുപോലെയുള്ള പല കാര്യങ്ങളുമുണ്ട്. സമൂഹത്തിൽ പരക്കെ അംഗീകരിക്കപ്പെട്ടു പോയ റൈറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഇംഗ്ലീഷില്. മലയാളത്തിലേക്ക് വരുമ്പം റൈറ്റ് എഴുതുക, ഓഫ് തള്ളുക, റൈറ്റ് ഓഫ് എഴുതി തള്ളുക. സത്യത്തിൽ അത് എഴുതിത്തള്ളലൊന്നുമല്ല, അത് കേസാക്കുക എന്നുള്ളതാണ് ബാങ്കിന്റെ നടപടിക്രമം. ഇപ്പൊ നമ്മൾ അതേക്കുറിച്ച് സംസാരിച്ച സമയം ഒത്തിരി പോകും. അതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗ്രാമാന്തരങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടതാണ് CAA. അതിന് വലിയ ഫലമുണ്ടായില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത പ്രചരണം കൊണ്ടുവന്നാണ് കോമൺ സിവിൽ കോഡ്. ഇപ്പൊ കോമൺ സിവിൽ കോഡ് BJPയുടെ പ്രകടന പത്രികയിലുണ്ട്, BJPയുടെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നുണ്ട്. ചാനൽ ചർച്ചകളിൽ നമ്മളോട് ചോദിച്ചാൽ അതായത് കോമൺ സിവിൽ കോഡ് നമ്മുടെ ലക്ഷ്യമാണെന്ന് പറയുകയും ചെയ്യും. പക്ഷെ എന്താണ് ഈ കോമൺ സിവിൽ കോഡ് എന്ന ഒരു ചർച്ച ഇന്ത്യയിലെ സാധാരണക്കാരന് അറിയില്ല. അപ്പോൾ ഗ്രാമാന്തരങ്ങളിലെ പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി, OBC, പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിൽ ഈ ആശയം കടത്തിവിട്ട ശൈലി വളരെ ആസൂത്രിതമാണ്. അതായത് കോമൺ സിവിൽ കോഡ് വരുന്നു, നിങ്ങൾ കേട്ടില്ലേ? ഞങ്ങൾ കേട്ടു, റേഡിയോയിൽ കേട്ടു, TV-യിൽ കേട്ടു, പത്രത്തിൽ കണ്ടു, സോഷ്യൽ മീഡിയയിലുണ്ട്, പിന്നെ എല്ലാവരും പറയുന്നു കോമൺ സിവിൽ കോഡ് വരുമെന്ന്. അപ്പൊ കോമൺ സിവിൽ കോഡ് വരുന്നത് നല്ലതല്ലേ എന്ന് ഗ്രാമീണൻ ചോദിക്കുമ്പോൾ അവരോടൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് കോമൺ സിവിൽ കോഡിനെ കുറിച്ച് എന്തറിയാം? അപ്പൊ അവർ പറയും എല്ലാവർക്കും ഒരു നിയമം. അതെന്നേ, എല്ലാവർക്കും ഒരു നിയമം വരും, അതാണ് കോമൺ സിവിൽ കോഡ് BJP പറയുന്നത്. പക്ഷെ അങ്ങനെ BJP പറയുന്ന കോമൺ സിവിൽ കോഡ് വന്നാൽ ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പട്ടികജാതി ആനുകൂല്യം ഇല്ല, പട്ടികവർഗ ആനുകൂല്യം ഇല്ല, OBC ആനുകൂല്യം ഇല്ല, മുസ്ലിം ആനുകൂല്യം ഇല്ല, ആദിവാസി ആനുകൂല്യം ഇല്ല, പിന്നെ എല്ലാം കോമൺ ആണ്. കോമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സമ്പന്ന സവർണ മേധാവിത്വത്തിന്റെ നിയമം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്കും ജീവിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പാവപ്പെട്ട ഗ്രാമീണർ ഈ കോമൺ സിവിൽ കോഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കാണ്. തെളിവ് സഹിതം കാണിക്കും, പ്രസംഗിക്കുന്ന വീഡിയോ കാണിക്കും, പത്രപ്രസ്താവന കാണിക്കും, BJPയുടെ പ്രകടന പത്രിക എടുത്ത് കാണിക്കും. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു ഗ്രാമീണൻ അവിടെ പരിചയമുള്ള ഒരു BJP നേതാവിനോട് ചോദിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾ കോമൺ സിവിൽ കോഡ് കൊണ്ടുവരുന്നുണ്ടോ? ഞങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരും എന്ന് അയാൾ പറയും. അപ്പോൾ ഇവരോട് പറയുന്നത് എന്താണ്? കോമൺ സിവിൽ കോഡ് വന്നാൽ നിങ്ങൾ പട്ടികജാതി ആനുകൂല്യം നഷ്ടപ്പെടും, പട്ടികവർഗ ആനുകൂല്യം നഷ്ടപ്പെടും, OBC ആനുകൂല്യം നഷ്ടപ്പെടും, യാതൊരു വിധത്തിലുള്ള ഇന്ന് അനുഭവിക്കുന്ന ഒരു സൗജന്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാതെ വരും. നിങ്ങൾ സവർണ മേധാവികളെ പോലെ, സമ്പന്നന്മാരെ പോലെ ഉള്ള എല്ലാ ചെലവുകളും ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ച് മരുന്ന്, ഇപ്പൊ സൗജന്യ അരി കിട്ടുന്നത് നിന്ന് പോകും. കോമൺ സിവിൽ കോഡ് വന്നാൽ ഇതൊന്നും ഇല്ല. ഇതാണ് പ്രചരണം നടന്നത്. ഈ പ്രചരണം നടന്നപ്പോൾ സാധാരണ ജനങ്ങൾ അത് വിശ്വസിച്ചു. കാരണം നമുക്കറിയാമല്ലോ, പ്രബുദ്ധ കേരളത്തിൽ പോലും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കാണ് മനസ്സിലാവുക?
അപ്പൊ ഗ്രാമീണ മേഖലകളിൽ പത്രമില്ല, TV ഇല്ല, നെറ്റ് ഇല്ല, ഇവരുടെ സമ്പർക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഗൃഹസമ്പർക്കത്തിലൂടെ വർഷങ്ങൾക്ക് മുമ്പേ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ, തെരഞ്ഞെടുപ്പ് കാലത്ത് ആളിക്കത്തിച്ച ഒരു വികാരമാണ് കോമൺ സിവിൽ കോഡ് വന്നാൽ പട്ടികജാതി പട്ടികവർഗ OBC ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളത്. അപ്പോൾ അതിനെതിരെ ഒരു വലിയ ജനരോഷം നിർമ്മിച്ചെടുക്കാൻ യാദവ മുസ്ലിം MY എന്ന് അറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെ ഒരു കൂട്ടുകെട്ടുണ്ട്, യാദവ മുസ്ലിം. അപ്പൊ യാദവന്മാരും മുസ്ലിങ്ങളും, OBC ആയ യാദവന്മാരും മുസ്ലിങ്ങളും OBC ആണ്, രണ്ടുപേരും കൂടെ ഒന്നിച്ചു ചേർന്നിട്ട് പട്ടികജാതി പട്ടികവർഗ ദളിത് ആദിവാസി എന്ന വികാരം ഉണർത്തിയിട്ട് നമ്മളുടെ ഈ ആനുകൂല്യം എടുത്തു കളയും. അതിനുവേണ്ടി ആണ് 400 സീറ്റ് ചോദിക്കുന്നത്. എന്തിനാണ് ഈ 400 സീറ്റ്? 400 സീറ്റ് കിട്ടിയാൽ അവർക്ക് 5-ൽ 4 ഭൂരിപക്ഷം കിട്ടും. അങ്ങനെ കിട്ടിയാൽ അവർക്ക് ഭരണഘടന തിരുത്താം. ഭരണഘടന തിരുത്തിയാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങളുടെ എല്ലാ അവകാശവും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഭരണഘടനയെ സംരക്ഷിക്കൂ, ഭരണഘടനയെ സംരക്ഷിക്കൂ എന്ന് മുറവിളി കൂട്ടാൻ തുടങ്ങി. രാഹുൽ ഗാന്ധി അവസാനം നടത്തിയ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലും ഇതേ സാധനമാണ് ഉയർത്തിപ്പിടിച്ചത്. ഇതൊരു വലിയ അജണ്ടയായിരുന്നു. അതായത് ഇന്ത്യൻ ഭരണഘടന എടുത്തു കളയാൻ പോകുന്നു, പട്ടികജാതി പട്ടികവർഗ OBC ആനുകൂല്യം നിർത്തൽ ചെയ്യാൻ പോകുന്നു, മനുഷ്യനെല്ലാം സവർണ മേധാവി സമ്പന്നരെ പോലെ ജീവിക്കാൻ നിർബന്ധിതരാകുന്നു, നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ, ഇതിന്റെ പേരാണ് കോമൺ സിവിൽ കോഡ് എന്നുള്ള പ്രചരണം. ആ പ്രചരണമാണ് വൻതോതിൽ അവിടുത്തെ ജാതി വികാരം ഉയർത്തിക്കൊണ്ടുവരികയും അതനുസരിച്ചുള്ള വോട്ടായിട്ട് മാറുകയും ചെയ്തത്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള ആസൂത്രണമാണ്. ഏതൊക്കെ മണ്ഡലങ്ങളാണ്? അപ്പൊ നരേന്ദ്രമോദിയുടെ മണ്ഡലം അവര് അതിനുവേണ്ടി കണ്ടുവച്ചു. ഫൈസാബാദ് എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഇതുപോലെയുള്ള കുപ്രചരണങ്ങൾ നടക്കുമ്പോൾ അത് പുറത്തുനിന്ന് നോക്കിയാൽ എന്താ തോന്നുക? കോമൺ സിവിൽ കോഡിനെതിരായി, കോമൺ സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരായിട്ട് മറ്റുള്ളവർ സംസാരിക്കുന്നു. അതിനിപ്പം നമുക്ക് അസ്വാഭാവികതയൊന്നും തോന്നുകയില്ല. എന്നാൽ അവര് സംസാരിച്ചത് ഒരു വലിയ അജണ്ടയോട് കൂടിയായിരുന്നു. അത് ആഗോള അജണ്ടയായിരുന്നു. ആ അജണ്ടയെ നടപ്പാക്കാൻ ആസേത് ഹിമാചലിലെ 39 രാഷ്ട്രീയ പാർട്ടികളെ ഒന്നിച്ച് ഇന്ത്യ മുന്നണി ഉണ്ടാക്കി. കോൺഗ്രസ് മുതൽ CPM വരെയുള്ളവര് അതിൽ കൃത്യമായ അജണ്ട നിശ്ചയിച്ചു. ഈ അജണ്ട നടപ്പാക്കുന്നതിന് ബൗദ്ധികമായ പിന്തുണ കൊടുത്തത് CPIM-ഉം CPI-യുമാണ്. അതുകൊണ്ടാണ് പൊടി പോലും CPIM-ഉം CPI ഇല്ലാത്ത തമിഴ്നാട്ടിലെ 4 സീറ്റും രാജസ്ഥാനിലെ സിക്കാനീർ എന്ന് പറയുന്ന സീറ്റും അവർക്ക് കൊടുത്തത്, അവർ വിജയിച്ചത്. അപ്പോൾ ഇതൊക്കെ ഒരു ആഗോള അജണ്ടയാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് നാളെ വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു നീക്കമാണ് നടന്നത്. എന്നാൽ ബുദ്ധിമാനായ നരേന്ദ്രമോദിക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ലേ? BJP ഭരണകൂടം ഇത് തടയണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ഇത് കണ്ടെത്തുകയുണ്ടായി. 2020-ൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾക്കുള്ള വിദേശ സഹായം റദ്ദ് ചെയ്യുകയും ചെയ്തു. അതിനുള്ള ലൈസൻസ് കട്ട് ചെയ്തു. പക്ഷെ അപ്പോഴത്തേക്കും ഈ പ്രചരണം എത്തേണ്ടിടത്തെല്ലാം എത്തിയിരുന്നു. ഇതിന്റെ ഒരു വിഭാഗമാണ് നമ്മുടെ കർഷക സമരം എന്ന നിലയിൽ കർഷക സമരം സംഘടിപ്പിക്കുന്നത്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ കർഷക സമരം അപ്രത്യക്ഷമായി. അപ്പോൾ ഇതിനെല്ലാം തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ആ ബന്ധങ്ങളൊക്കെ നാളെ പുറത്തു വരും. അരവിന്ദ് കെജ്രിവാൾ ഇന്നും കോടതി പോയി, ഇന്നും കോടതി ജാമ്യ അപേക്ഷ തള്ളി എന്ന് പറയുമ്പോൾ തെളിവുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ വലിയ ഒരു രഹസ്യമാണ് പുറത്തു വരാൻ പോകുന്നത്. ഒരു അന്താരാഷ്ട്ര ആഗോള അജണ്ടയുടെ ഭാഗമായി ഇന്ത്യൻ പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അവർക്കിടയിൽ ഒരു അരാജകാവസ്ഥ, അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും കോമൺ സിവിൽ കോഡും CAA പോലെയുള്ള കാര്യങ്ങൾ ഇന്ത്യ വിരുദ്ധമാണ്, ജാതി വിരുദ്ധമാണ്, മതവിരുദ്ധമാണ്, അവകാശങ്ങൾ കട്ട് ചെയ്യാനുള്ളതാണ്, ആനുകൂല്യങ്ങൾ കവർന്നെടുക്കാനുള്ളതാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ അനുഭവമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിസൾട്ട്. അതുകൊണ്ട് ഈ റിസൾട്ടിലെ മറ്റൊരു ഭാഗം ഈ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് നരേന്ദ്രമോദിയെ അട്ടിമറിക്കുക, രാഹുൽ ഗാന്ധിയെ അധികാരത്തിലെത്തിക്കുക, എന്നിട്ട് വിദേശ ശക്തികൾക്ക് ഇന്ത്യ ഭരിക്കുക എന്നുള്ളതായിരുന്നു. നിർഭാഗ്യവശാൽ, അതായത് രാഹുൽ ഗാന്ധിയുടെ നിർഭാഗ്യവശാൽ ഈ കളി നടന്നില്ല. അതായത് ഈ കളി എത്രമാത്രം ഗംഭീരമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി, ലോകാരാധ്യനായ അദ്ദേഹം 3 മണിക്കൂർ നേരം 6000 വോട്ടിന് പുറകിൽ നിൽക്കേണ്ടി വന്നു. 2ാം സ്ഥാനം എന്ന് പറഞ്ഞു. അപ്പോൾ ആസൂത്രണം എത്ര ഗംഭീരമായിരുന്നു, ഇതിന്റെ പുറകിലെ ചതിക്കുഴി എത്ര വലുതായിരുന്നു. ഏതായാലും ആ കുഴിയിൽ, ആളോളം താഴ്ചയുള്ള കുഴിയിൽ
മുട്ടോളം മാത്രം ഇറങ്ങി കയറിപ്പോരാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണം വരും, ഇതിന്റെ നടപടികൾ ഉണ്ടാകും. ഏതായാലും ഈ ഒരു ചതിയാണ് യഥാർത്ഥത്തിൽ ഇത്രയും സീറ്റ് കുറച്ചത്, അതല്ലാതെ മറ്റ് എന്തെങ്കിലുമല്ല. ഈ പറഞ്ഞ ജാതി വികാരം ഈ കോമൺ സിവിൽ കോഡിന്റെയും CAA-യുടെയും ഒക്കെ വികാരത്തോട് കൂട്ടിക്കെട്ടി അവര് സമർത്ഥമായി ഉപയോഗിച്ചു. അത് സാധാരണ പറയാറുണ്ട്, നാത്തൂന്റെ കണ്ണീര് കാണാൻ വേണ്ടി ആങ്ങളയെ കൊല്ലുന്ന ഒരു നിലപാടാണ് ഇവരൊക്കെ എടുത്തത്. അതായത് ഇന്ത്യ നശിച്ചാലും കുഴപ്പമില്ല, BJP ഒന്ന് താഴെ പോയാൽ മതി. പക്ഷെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നും കൂടി ഞാൻ പറയാം. ഞാനിപ്പോ ഒരു ചാനലിൽ നിന്ന് ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഇവരെല്ലാം ധരിച്ചത് ഈ നിതീഷ് കുമാറും അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു ഒന്നും നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കില്ല, അവരെയും കൂടെ മറുവശത്തോട്ട് കൂട്ടി ഇന്ത്യ ഭരിക്കാം, അവർക്കൊക്കെ ഓരോ ഉപപ്രധാനമന്ത്രി സ്ഥാനം കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെയാണ്. പക്ഷെ നടന്നില്ല. ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണിക്കകത്ത്. അതായത് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങൾ നിൽക്കണോ അതോ പോകണോ, അത്രേ ഉള്ളൂ. അതിന്റെ കാരണം എന്താണെന്നറിയാം? അതിന്റെ കാരണം നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ട വെച്ചിട്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നത്. അല്ലാതെ ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഒരു അജണ്ട അതിനകത്തില്ല. നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക, അതോടുകൂടി ഇന്ത്യ രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും എന്നാണ്. അപ്പം നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ഞങ്ങൾ കൂടിയാൽ ശരിയാകുമോ എന്ന് ഓരോരുത്തരും വന്ന് ചോദിക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധിയോട്, അതുപോലെ യെച്ചൂരിയോട്. അപ്പൊ അവർ പറയുന്നത് നിങ്ങളൊന്ന് കൂടിയാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ റെഡിയാണ്. 39 രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യ മുന്നണിയിൽ അണിനിരന്നത്. ഈ 39 രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ കൂടെ നിൽക്കാം, നിങ്ങൾ പ്രധാനമന്ത്രിയാകുമോ, നരേന്ദ്രമോദി അട്ടിമറിക്കാൻ പറ്റുമോ, നമ്മുടെ കച്ചവടം ശരിയായിട്ട് പോകുമോ, നമ്മുടെ വീട്ടില് പോലീസ് വരാതിരിക്കുമോ, ഒന്നും പേടിക്കേണ്ട, നരേന്ദ്രമോദിയെ നമ്മൾ അട്ടിമറിക്കുക, അതിനുള്ള എല്ലാ കളിയും ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. കൂടെ നിന്നു, വോട്ട് ചെയ്തു. കോൺഗ്രസിന് മാത്രം ഇഷ്ടം പോലെ സീറ്റ് കിട്ടി, ബാക്കിയുള്ളവർക്കൊന്നും പുരോഗമിക്കാൻ പറ്റിയില്ല. ഇപ്പൊ DMK സംബന്ധിച്ചിടത്തോളം DMKക്ക് ഈ പറഞ്ഞ മുന്നണിക്കകത്ത് ചേർന്നില്ലെങ്കിലും നഷ്ടമൊന്നുമില്ല, ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. ആകെപ്പാടെ നഷ്ടമേ ഉള്ളൂ, ഇവർക്കെല്ലാം കുറെ സീറ്റ് കൊടുക്കണം, അത് പുള്ളി കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മമതാ ബാനർജി, അതുകൊണ്ട് അവർ രണ്ടുപേരും വിട്ടു നിന്നു, അവരുടേതായ നിലപാടിൽ ഉറച്ചു നിന്നു. എന്നാൽ സംഭവിച്ചത് എന്താണ്? നരേന്ദ്രമോദി അട്ടിമറിക്കുമെന്ന് ഉറപ്പ് നൽകി സത്യപ്രതിജ്ഞ ചെയ്ത് കൈപിടിച്ച് പൊക്കിയിട്ട് ഈ മുന്നണിക്ക്, ഈ നേതാവിന്, ഈ നേതൃത്വത്തിന് നരേന്ദ്രമോദി അട്ടിമറിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കകത്ത് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ഭയം കുടുങ്ങിയിട്ടുണ്ട്. ഭയം ഇതാണ്, ഇപ്പുറത്തായി പോവുകയും ചെയ്തു, വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ ഇനി നമുക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്താൽ ആര് രക്ഷിക്കും? ഇതാണ് ഇന്നിപ്പോ ഇന്ത്യ മുന്നണിയിലെ ചർച്ച. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ മുന്നണി യോഗം കഴിയുന്നതോടെ, 8-ാം തീയതി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ ഇന്ത്യ മുന്നണി അടിച്ചു പിരിയും എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ഞങ്ങളെയൊക്കെ പറഞ്ഞു പറ്റിച്ച് മുന്നണി ഉണ്ടാക്കി ചാടിച്ചുകൊണ്ട് വന്നു, ഞങ്ങളൊക്കെ സുഖമായിട്ട് ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്, ഇപ്പൊ കടിച്ചതുമില്ല പിടിച്ചതുമില്ല, ഇപ്പൊ നരേന്ദ്രമോദിയുടെ കണ്ണിലെ കരടാകുകയും ചെയ്തു, ഇനി ഈശ്വര എന്തൊക്കെയാ വരാൻ പോകുന്നത് ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ മുന്നണിയിൽ പോയി കയറാൻ വേണ്ടി ഇവര് ഓട്ടം തുടങ്ങും. അങ്ങനെ ഘടകകക്ഷികൾ വിട്ടുപോകുമ്പോൾ സംഭവിക്കാവുന്ന മറ്റൊരു കാര്യം, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വേണമെങ്കിൽ ഇനിയും 10-30 സീറ്റ് വേണം. ഈ 30 സീറ്റ് ഉണ്ടാക്കാൻ BJPക്ക് ഇനി വളരെ എളുപ്പമാണ്. കാരണം 99 സീറ്റ് കോൺഗ്രസിനകത്തുണ്ട്. അതിനകത്തുനിന്ന് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അളവും വീതിയും നീളവും ഒക്കെ നോക്കി ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. അത് മുറിച്ചെടുക്കൊന്നും വേണ്ട, ഒന്ന് കണ്ണ് കൈ കാണിച്ചാൽ മതി, ഇങ്ങനെ പോരും. കാരണം ഇപ്പോ ഇവിടെ നിന്ന് മന്ത്രിയാകാന്നും കരുതി പോയി MP ആയിട്ട് ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് ചെന്നാൽ എന്താവാകാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ എത്ര പേരെയാണോ വേണ്ടത് അത്രയും പേര് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്ന് BJPയിലേക്ക് ഒഴുകിപ്പോയാലും അത്ഭുതപ്പെടാനില്ല. 8-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെടുകെ പിളർന്നുകൊണ്ട് അതിനകത്ത് ഭൂരിപക്ഷം MP-മാരും ഒന്നെങ്കിൽ വേറൊരു പാർട്ടി രൂപീകരിച്ചോ അതല്ലെങ്കിൽ BJPയിൽ ലയിച്ചോ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന്റെ ഭാഗമായി തീരാനാണ് സാധ്യത. അതിനു മുമ്പ് ഘടകകക്ഷികൾ വിട്ടുപോകും. അപ്പോ ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം. സത്യത്തിൽ ഈ ഒരു ചതിക്കുഴി ഒരുക്കിയിടത്താണ് ഇന്ത്യൻ ജനാധിപത്യത്തെയും നമ്മുടെ കെട്ടുറപ്പിനെയും സാഹോദര്യത്തെയും നിലനിൽപ്പിനെയും എല്ലാം
ഭരണഘടന കാണിച്ച് ഭയപ്പെടുത്തുകയായിരുന്നു. ഇത് നരേന്ദ്രമോദി തട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കണം. പക്ഷെ ഇപ്പോൾ ഒന്നിച്ചു നിന്നിട്ട് കാര്യമില്ല. നരേന്ദ്രമോദി വീണ്ടും വന്നു. ഭരണഘടനയ്ക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് ഭരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇതാണിപ്പോൾ ഉള്ള രാഷ്ട്രീയ സാഹചര്യം. ഈ സാഹചര്യം അടുത്ത ദിവസങ്ങളിൽ വളരെ കലുഷിതമാകും. മോദി മന്ത്രിസഭയുടെ മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൻപിച്ച കൂട്ടയടിയായിരിക്കും ഇന്ത്യ മുന്നണിക്കകത്ത് സംഭവിക്കാൻ പോകുന്നത്.